നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരാളെ കൂടെ ജീവിക്കാനാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഈ ഗൾഫ് അതേമാതിരി തീരെ ലീവില്ലാത്ത ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, പിന്നെ ഫോൺ ചെയ്യാൻ അവർക്ക് അവരുടെ കോളേജിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പെർമിഷൻ വേണം ഫോൺ ചെയ്യാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ എന്താണ് അവളെ വിവാഹം കഴിഞ്ഞിട്ട് 3 ദിവസമാണ് എന്ത് ചെയ്തത് അവരൊന്നിച്ച് നിന്നത്. 4ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിക്ക് അയാൾ ഗൾഫിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ പോയ ഒരാളെ ഫോൺ വിളിക്കാൻ എനിക്കൊരു അനുമതി വേണം എന്നതാണ് എന്തിനത് ആ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കുറഞ്ഞ ദിവസങ്ങളൊപ്പം നിന്ന് പിന്നെ ജീവിതകാലം മുഴുവനും അയാളെ കാത്തിരുന്ന് 1 മാസം 2 മാസം അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം വെറുതെ ആയിപ്പോയി. അവരെ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അവയ്ക്കും ജീവിതം കിട്ടുന്നില്ല. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ഈ ഗൾഫുകാരുടെയൊക്കെ വിവാഹം നടത്തുമ്പോൾ നമ്മൾ ഇതിലൊക്കെ ഒരു എഗ്രിമെൻ്റ് വേണം. അവളെവിടെ നിൽക്കും, അവളെവിടെ പോകും, എങ്ങനെ ഒന്നിച്ച് നിൽക്കും, അയാൾക്ക് എത്ര ലീവുണ്ട്, ഗൾഫിലേക്ക് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ നമ്മൾ അന്വേഷിക്കാതെ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടുകാരെന്ത് ചെയ്യൂല, പിന്നീട് ഭർത്താവ് കൊണ്ടാകാൻ ശ്രമിച്ചാലും പോകാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്ത് ചെയ്യും വരും. അപ്പോൾ അതൊക്കെ ആദ്യഘട്ടങ്ങളിൽ പരിഗണിക്കണം. ഒരു പ്രവാസിയാണെങ്കിൽ ആ പ്രവാസിയും അയാളെ കണ്ടീഷൻസ് ഇവളോട് പറയണം. കാരണം അയാളെ കൊണ്ട് ലൈഫാണല്ലോ. ഇങ്ങനെ തീരെ വരാൻ പറ്റുന്ന സാഹചര്യം ഞാൻ അത് ഒഴിവാക്കി നാട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൽ വേണം.